എന്തുകൊണ്ടാണ് ഭീകരവാദികൾ ജമ്മു കശ്മീർ വികസിക്കുന്നതിനെ വലിയ രീതിയിൽ തടയാൻ ശ്രമിക്കുന്നത്, അവർ അസ്വസ്ഥമാകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ ഉണ്ടായത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ അവിടെ നടക്കുന്ന സർക്കാരിന്റെ പരിപാടികളെയാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യം വച്ചിരുന്നത് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ പല ദേശീയ മാധ്യമങ്ങളും വിരൽ ചൂണ്ടുന്നത്. അമിത്ഷാ അവിടെ വന്നിറങ്ങുമ്പോൾ, നരേന്ദ്രമോദി കശ്മീർ സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോഴെല്ലാം ഇവരെ വധിക്കാനായി ഭീകരവാദികൾ വലിയ രീതിയിലുള്ള കോപ്പുകൂട്ടി അവിടെ കാത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പലതവണ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സൈന്യം ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം തകർത്തിട്ടുമുണ്ട്. എന്നാൽ ഇത് മാധ്യമങ്ങളൊന്നും തന്നെ പറയാത്തതാണ്. വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ലല്ലോ. നരേന്ദ്രമോദി കൊല്ലപ്പെട്ടില്ലല്ലോ, അമിത്ഷാ കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ തീവ്രവാദികൾ അവിടെ ആക്രമണം നടത്തി കശ്മീർ അശാന്തമാകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രഘോഷണങ്ങൾ നടത്താം. പക്ഷേ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്റലിജൻസിന്റെ കൃത്യമായ അറിവോടുകൂടി നമ്മുടെ സൈന്യം അത് തകർത്ത് കളയുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. അത് തകർന്നല്ലോ, ആക്രമണം നടന്നില്ലല്ലോ എന്നുള്ള ഒഴുക്കൻ മട്ടിൽ അതങ്ങ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നേരത്തെ തന്നെ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കശ്മീരിലെത്തുമ്പോൾ വധിക്കാനായി ഇവർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ നമ്മുടെ സൈനികർ, നമ്മുടെ ഇന്റലിജൻസ് എല്ലാം ഇത് കണ്ടെത്തി ഇവരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്റലിജൻസ് ഏജൻസിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാർച്ച് 10 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ജമ്മുവിൽ ഉന്നതതല സുരക്ഷാ അവലോകനം ചേർന്നിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഏപ്രിൽ 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ ഇന്റഗ്രേറ്റഡ് കമാൻഡറിന്റെ ഒരു യോഗത്തിന് അധ്യക്ഷതയും വഹിച്ചിരുന്നു. ഈ അമിത്ഷാ അവിടെ വന്ന് ചേരുന്ന യോഗങ്ങളെല്ലാം തന്നെ ജമ്മു കശ്മീരിനെ ഇന്ത്യയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് എന്ന് ഭീകരവാദികൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമിത്ഷായെ അടക്കം ഇവർ ടാർഗറ്റ് ചെയ്തത്. എന്നാൽ അത് നടന്നില്ല. അതുകൊണ്ടാണ് പാവപ്പെട്ട വിനോദസഞ്ചാരികളുടെ നേർക്ക് ഇവർ നിറയൊഴിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജമ്മു കശ്മീരിലെ 2 മേഖലകളിലും തുടർച്ചയായ യോഗങ്ങൾ നടന്നു. അവിടെയും അമിത്ഷാ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായി ഭീകരവാദികളെ കൂസാതെ നെഞ്ചും വിരിച്ച് ജമ്മു കശ്മീരിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്ന ആഭ്യന്തരമന്ത്രിയെ കണ്ട ഭീകരവാദികൾക്ക് ഹാലിളകി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിൻ്റെ കൂടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ അവിടെ നടന്ന ഈ ഭീകരാക്രമണത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജമ്മു കാശ്മീരിനെ ഇനി ഒരു ഭീകരവാദികളും തലപൊക്കാത്ത രീതിയിൽ ക്ലീൻ ആക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70 ഭീകരർ, വിദേശ ഭീകരർ അവിടെ സജീവമായിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 6 തീവ്രവാദികൾ ചില പ്രാദേശിക സഹായികളുടെ സഹായത്തോടെ ആണ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഈ തീവ്രവാദികൾ പ്രദേശത്തെത്തിയിരുന്നുവെന്നും അവർ രഹസ്യാന്വേഷണം നടത്തിയിരുന്നുവെന്നും അവസരം തേടുകയായിരുന്നുവെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ചില ഹോട്ടലുകളിൽ നടന്ന റെയ്ഡുകളെ കുറിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭ്യമായിരുന്നു. എന്നിരുന്നാലും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവരങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷേ ആക്രമണകാരികൾ അവസരം തേടുകയായിരുന്നു. ശരിയായ സമയത്ത് അവർ ആക്രമിച്ചു. ചില വിദേശ ഭീകരർ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരർ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ തീവ്രവാദികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറിയതായും ആക്രമണത്തിന് മുമ്പ് പ്രദേശത്ത് നിരീക്ഷണം നടത്തിയതായും പറയുന്നു. കേന്ദ്ര സേനയുടെ കണക്കുകൾ പ്രകാരം ജമ്മു കശ്മീരിൽ 70 വിദേശ ഭീകരരാണ് സജീവമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാർച്ചിൽ ഹീരാനഗറിൽ DGP നളിൻ പ്രഭാത് നേതൃത്വം നൽകിയ ഓപ്പറേഷനെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തിയിലെ സമീപകാല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അന്നും പരാജയപ്പെടുത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നിരവധി വിദേശ ഭീകരർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്ന് ഉത്തരവ് സ്വീകരിക്കാനായി കശ്മീരിൽ അവസരം കാത്തു കഴിയുന്നു. അതായത് സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏജൻസികൾ അവരെയെല്ലാം ഒന്നില്ലാതെ തൂക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മഞ്ഞുരുകിയതോടെ മലയോര പാതകൾ തുറന്നു. പഹൽഗ്രാമിലെ തീവ്രവാദികൾ കുന്നുകളിൽ നിന്ന് ഇറങ്ങി വന്ന് വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ ബ്രസാൻ സമതലത്തിലെത്തിയതായി ആണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. ഭീകരർ രക്ഷപ്പെടുന്നത് തടയാൻ വളഞ്ഞും തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. NIA സംഘം സ്ഥലത്തേക്ക് പോകാൻ തയ്യാറാണ്. വിദേശ ഭീകരരെ സഹായിച്ച ഭൂഗർഭ തൊഴിലാളികൾക്കെതിരെ NIAക്ക് നടപടിയെടുക്കാൻ കഴിയുമെന്ന സുപ്രധാന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.